പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നേരവും രാത്രി സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവദന്മാരായിരിക്കുന്ന പുസ്തകപ്രിയനെ, സ്ഥിരപ്പായനെ, മഹാത്മാവായ ശിരീസേപ്പെ, മാർപ്പോലോസേ, മറിയോഹനാനി, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപപരിഹാരത്തിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് അവൻ്റെ പാദത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാം. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
പരിശുദ്ധാത്മാവിന് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ വരവിലും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും നന്ദിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നമ്മുടെ സങ്കീർത്തനത്തിൽ 15-ാമത്തെ സങ്കീർത്തനം, കർത്താവേ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു വരുമ്പോൾ ദൈവഭക്തന് കുറേ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതാണ് അനുസ്മരിപ്പിക്കപ്പെടുന്നത്. നിൻകേഹത്തിൽ വാഴുന്നതിനോ പാവനമാനിൻ മാമനൈന്തൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോരൻ കർത്താവേ ആരിപ്പോയി. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും ഞങ്ങളുടെ ദൈവത്തുടനീളം നന്ദി തീർക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങ് സകലത്തിൻ്റെ നാഥനും ശ്രേഷ്ഠാവുമാകുന്നു. സകലത്തിൻ്റെ നാഥായ നീക്കും. സർവാധിപരാ കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥനാഥിയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രവർത്തിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ,
നമുക്ക് പ്രവർത്തിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈശ്വരനിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുതരകനും ബലവാന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11:1 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രാഹത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഇസ്രായേലിന് എതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവർ എന്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ? ബാലിന്റെ മുൻപിൽ മുട്ടുകുത്താൻ 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലും ഉണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാൽ അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത്. അതുപോലെ തന്നെ ദാവീദ് പറയുന്നു, അവരുടെ ഇരുന്ന് അവർക്ക് കെടിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ. അവരുടെ നട്ടല് എപ്പോഴും വളർന്നിരിക്കട്ടെ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൽ തിരുവചനം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസോവിലെ ജനതയ്ക്കായി ലൂക്കാ ഈജിപ്തിലെ സഭയിൽ നമുക്ക് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിന്റെ സുവിശേഷം. അവർ ജെറിക്കോയിലെത്തി. അവൻ ശിഷ്യന്മാരോടും വലിയ ജനാവലിയോടും കൂടി ജെറിക്കോ വിട്ടുപോകുമ്പോൾ തിമോഥെയോസിന്റെ പുത്രനായ ബർത്തോമിയസ് എന്ന അന്തയാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക.
അവൻ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ ഉറക്കപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അന്ധനായ ബർത്തിമേയുവിന് ജെറിക്കോയിൽ വെച്ച് ഒരു അത്ഭുത സൗഖ്യം കൊടുക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ശ്രമിച്ചത്. ഈശോയെക്കുറിച്ച് ബർത്തിമേയുസ് കേട്ടിരുന്നു. അവൻ സൗഖ്യം കൊടുക്കുന്നവനാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. അപ്പോഴാണ് അറിയുന്നത് ഒരാരവം അതിനെ കടന്നു പോകുന്നു. അത് നസറായനായ യേശുവാണ്. പിന്നെ അവനൊന്നും ചിന്തിച്ചില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാഴ്ചയുള്ള ഒരാൾ ഒരു വ്യക്തിയെ കണ്ടിട്ട് വിളിക്കുന്നതും കാഴ്ചയില്ലാത്തൊരു വ്യക്തി, അന്ധനായ വ്യക്തി കാണാതെ വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നടച്ചാൽ മതി. നമ്മൾ കണ്ടിരിക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ്. ആരെയാണ് വിളിക്കേണ്ടത്, എങ്ങോട്ടാണ് വിളിക്കേണ്ടത്, എത്ര ദൂരത്തേക്ക് വിളിക്കണം, എത്ര ശബ്ദം ഉയർത്തണമെന്നും അറിയത്തില്ല. അവനെന്ത് ചെയ്തു? അവന് മൊത്തം വോളിയത്തിൽ ആംപ്ലിഫയർ ഓൺ ചെയ്ത് അവനങ്ങ് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഈ തൊണ്ടോണ്ടുള്ള ശബ്ദത്തേക്കാൾ ഉപരി യേശുക്രിസ്തുവിനുള്ള വിശ്വാസം അവൻ്റെ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് വളർന്നു. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. വിശ്വാസം ആദ്യം ആരംഭിക്കുന്നത് ബുദ്ധിയിലാണ്, കേൾവിയിലാണ്. പിന്നെ അത് വളർന്നു. ഈ വളരാതെ കിടന്ന് ഒച്ച വെച്ചാൽ ഒരിക്കലും നമ്പരം പ്രവർത്തിക്കുകയില്ല. അവനവിടെ അവൻ്റെ വിശ്വാസം ബുദ്ധിയിൽ നിന്നും ഒറ്റ നിമിഷം കൊണ്ട് വളർത്തി. കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. ഈശോ വീണ്ടും വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്, നിന്റെ വിശ്വാസം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് 2 ഘടകങ്ങളുണ്ട്. ഇത് പറയുമ്പോഴാണ് 107-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വചനം അത് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് അപേക്ഷിച്ചു. അങ്ങനെയാണോ പലരും വായിക്കുന്നത്? അങ്ങനെ. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. ഈ നിലവിളിച്ചപേക്ഷിക്കുക എന്ന് പറയുന്നത് വിശ്വാസം ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് വളർന്ന ശേഷമുണ്ടാകുന്ന ഒരു വിളിയാണത്. അത് വിളിയാണത്. അത് ഒച്ചയിലല്ല. അത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ വിശ്വാസത്തിന് 2 തലമുണ്ട്. ഒന്ന് ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, 2 ആക്ട് ഓഫ് ഫെയ്ത്ത്. ഞാൻ വിശദീകരിക്കാം. ഡോഗ്മ, വിശ്വാസത്തെക്കുറിച്ചുള്ള ഡോഗ്മ ഉണ്ട്, ഇഷ്ടംപോലെയുള്ള ഡോഗ്മ ഉണ്ട്. അത് സഭയിലുണ്ട്. അതുപോലെ ഒത്തിരി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. സുവിശേഷം ഒക്കെ വെച്ചപ്പോൾ. രണ്ടാമത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ അനുഭവിച്ചതിന് യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ അതിനോട് പ്രത്യുത്തരം കൊടുക്കുന്നു, അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് 2:17 ഒരു വചനം പറയുന്നുണ്ട്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ്. ഞാൻ അനുഭവിച്ച യേശുവിനെ യാതൊരു മടിയും കൂടാതെ, ലജ്ജ കൂടാതെ, ഭയം കൂടാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് അവനെ പ്രഘോഷിക്കാൻ പറ്റുമോ? ആദ്യമേ പ്രഘോഷിക്കണമെങ്കിൽ റോമ 13:14 ഒരു വചനം കിടപ്പുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുകയും. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കണം. അങ്ങനെയെങ്കിൽ ബുദ്ധിയിലെ വിശ്വാസം അവിടെ നിന്ന് വളരണം. അതുകൊണ്ടാണ്
2 പത്രോസ് 1:5 വചനമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും വർദ്ധിപ്പിക്കുവാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ ബുദ്ധിയിലെ വിശ്വാസം അവിടെ കിടന്ന് തലക്കെട്ടിരിക്കാതെ, അത് ബുദ്ധിയും യുക്തിയുമായിട്ട് ഹരിച്ചുകൊണ്ടിരിക്കാതെ അത് ഹൃദയത്തിലേക്ക് വളരണം. അത് തന്നെയല്ലേ റോമ 10:9 അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ബുദ്ധിയിൽ വിശ്വസിക്കാനല്ല പറയുന്നത്, ഹൃദയത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ ബുദ്ധിയിലെ അറിവ് അത് ഹൃദയത്തിലേക്ക് വളരണം. അതാണ് വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ക്ലേശകരമായ യാത്ര ചെയ്ത് നിങ്ങളിവിടെ എത്തിയപ്പോൾ ആദ്യമേ കുട്ടി പറയും, ഞായറാഴ്ച കുർബാന കണ്ടാൽ പോരെ, എന്തിനാ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നത്? സാബത്ത് ആചരിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഇതൊക്കെ ബുദ്ധിയിൽ കിടന്ന് കളിക്കും. അപ്പോൾ അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച എൻ്റെ കർത്താവ് പാപത്തിൻ്റെയും അതുപോലെ തന്നെ പൈശാചിക ശക്തിയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് അവൻ്റെ ശരീര രക്തങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തന്ന എൻ്റെ പൊന്നു തമ്പുരാൻ്റെ പാപപരിഹാര ബലി, അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് അതിൻ്റെ ഓർമ്മയല്ല, അത് ഇന്ന് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സന്ദർശന സമയമാണ്. ഈശോ പറയുന്നുണ്ട്, നിന്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല. ജെറുസലേമിൽ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വചനമാണ്, നിന്റെ സന്ദർശന ദിവസം, എൻ്റെ സന്ദർശന ദിവസമാണ്. കർത്താവിനെ നാം സന്ദർശിക്കുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ലൂക്കോയുടെ സുവിശേഷം 8:25 ഒരു വചനമുണ്ട്. ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ എല്ലാം കണ്ടു. മാത്രമാണ് അപ്പസ്തലന്മാർ കണ്ടത്. അപ്പം വർദ്ധിപ്പിക്കുക എല്ലാം കണ്ടിട്ട് വീണ്ടും ഈശോ സകലം പരിഭവത്തോടു കൂടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ലൂക്ക 8:25 വേർ ഈസ് യുവർ ഫെയ്ത്ത്? ഇത് ബുദ്ധിയിലാണോ ഹൃദയത്തിലാണോ? നമ്മളോട് ഇതയാണ് ഈശോ ചോദിക്കുന്നത്. മോനെ, കോവിഡിന് ശേഷം പൊതുവെ ഒരു 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 ആത്മീയ മുരടിപ്പ്, ആത്മീയ മന്ദത വന്നപ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വേർ ഈസ് യുവർ ഫെയ്ത്ത്? അത് ബുദ്ധിയിലാണോ അത് ഹൃദയത്തിലാണോ? ഹൃദയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ അന്ധനായ ബർത്തിമേയുസ് അവൻ്റെ പുറകുപ്പായം വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അവൻ്റെ പുറകുപ്പായം ദൂരത്തേക്ക് എറിഞ്ഞു. നമുക്കും നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വളരുവാനായിട്ട് ചില പുറകുപ്പായം നമ്മൾ കളയേണ്ടതുണ്ട്. അത് ശരീരത്തിനൊക്കെ സുഖം തരുന്നതാണ് ചില കുപ്പായങ്ങൾ. അത് നമ്മൾ ഉപേക്ഷിക്കണം. എങ്കിലേ നമുക്ക് നിവർന്ന് നിൽക്കുവാൻ പറ്റുകയുള്ളൂ, കാഴ്ച ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റോമ 13:14 വചനം, ദുർബോധങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുകയും ധരിക്കണമെന്നുണ്ടെങ്കിൽ പുറകുപ്പായത്തിൻ്റെ മുകളിൽ ധരിക്കാൻ പറ്റിയല്ല. അതാണ് പുതിയ തോൽക്കുടം എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ആത്മീയ തലത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകുമ്പോൾ ശരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപടി ആൾക്കാരുണ്ട്. നമ്മുടെ കുപ്പായം കിടക്കട്ടെ, അതിൻ്റെ മുകളിൽ യേശുക്രിസ്തുവിനെ കൂടെ ധരിച്ചേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ അത് ഒരിക്കലും യോജിക്കുകയില്ല. യേശു വെച്ചാൽ അത് യോജിക്കുകയില്ല. അത് പരിപൂർണമായിട്ട് ഉപേക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. ആ വർധനമെന്ന് പറയുന്നത് ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ളൊരു വളർച്ചയാണ്. ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള വളർച്ച അത് ലജ്ജ കൂടാതെ. ഈ അടുത്ത കാലത്ത് ഞാനൊരു സഹോദരനുമായിട്ട് സംസാരിച്ചു. അതിത്രയായിട്ട് വിഷയം ഇതാണ്, ഒരു കാര്യം സ്പഷ്ടമായിട്ട് കണ്ടതാണ്, പക്ഷേ അത് കണ്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വലിയ നേട്ടം കിട്ടും. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ നല്ലതുമാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് ഒത്തിരി പ്രോഫിറ്റ് കിട്ടും. ഒറ്റ കാര്യമാണ്, ഞാൻ കണ്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ അത് വേറൊന്നും പറയണ്ട. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു,
നിൻ്റെ മുന്നേ വെച്ച് നടന്ന സംഭവമല്ലേ, എന്ത് തീരുമാനമെടുത്തു? എൻ്റെ അച്ഛൻ ഞാൻ കണ്ടെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഈ പള്ളിയിൽ വന്നിട്ട് 15-ാം സങ്കീർത്തനം നിന്റെ വാഴുന്നതിനോ അത് കുറെ പാടുണ്ട്. സത്യം തന്നെ പറയുന്നവനും ഇതൊക്കെ പറഞ്ഞ ശേഷം ഞാൻ പ്രവർത്തിച്ചാൽ എന്ത് സാക്ഷ്യം? എൻ്റെ മക്കൾക്ക് എന്ത് സാക്ഷ്യം? എൻ്റെ കുടുംബത്തിനെന്ത് സാക്ഷ്യം? പലപ്പോഴും നമ്മൾ നമ്മുടെ പുറകുപ്പായ ഇട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഈശോയെ ധരിക്കാനായിട്ടുള്ള ഒരു പ്രവണത. അതാണ് പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു തടസ്സമായിരിക്കുന്നതും നമ്മുടെ വഴി അടയുന്നതും നമ്മൾ ആത്മീയ അന്ധരായിരിക്കുന്നതും. കൈകളിൽ പിടിക്കാം. ഈ സമയത്ത് കർത്താവ് നമ്മുടെ കൂടി ചില പുറകുപ്പായങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന, ആരും അറിയാതെ ഫിറ്റ് ചെയ്തിരിക്കുന്ന പുറകുപ്പായങ്ങളുണ്ട്. ഈശോ ചോദിക്കുകയാണ്, മോനെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി അതൊന്ന് കളയാമോ? കളഞ്ഞെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവാണ് കുപ്പായം നിനക്ക് ഫിറ്റ് ആകുകയുള്ളൂ, അല്ലെങ്കിൽ മുഴച്ചൊലിക്കുള്ളൂ. അത് നിനക്ക് യോജിക്കുകയില്ല. അത് ഡ്രസ്സ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് യോജിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥത ഉളവാക്കും. മകനെ, നിനക്കത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നീ നിവർന്നു നിൽക്കും. വലിയ കാര്യത്തിന് കർത്താവ് നമ്മളെ നിയോഗിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റുള്ള രാജ്യങ്ങളിലും അവിടെ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും അമ്മയുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേഘനാധ്യക്ഷൻ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവിന്റെ അധ്യക്ഷനുമായ ജോസഫ് മെത്രാന്റെയും അവരുടെ സഹസ്രങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, മുടികൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് വളരുവാനും അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി തീരുവാനും ഫലമണിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവിനെ ആശീർവദിക്കണമേ. സഹോദരനെ, നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, സാർവത്രികം സഹായിക്കുവാൻ ശ്രദ്ധയിടമേ. കർന്നുറിഞ്ഞ ഫലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അവിടെ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കടങ്ങളും പാശോഷിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപ്രയോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും നേർന്നങ്ങളുമായ ദൈവത പ്രതീതിയുടെ പ്രവൃത്തികളായ ജീവിതകാലം മുടങ്ങിയതും പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. നമ്മളെ കാഴ്ചവെപ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും അപ്പവും വീഞ്ഞും പ്രധാന ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ഒരു അർത്ഥമുണ്ട്. ഈശോ ഗതസമയം മുതൽ കാൽവരി വരെ അനുഭവിച്ച അതിശക്തമായ പീഡാനുഭവത്തിൻ്റെ
ഓർമ്മയാചരണം മാത്രമല്ല, അത് ആഘോഷം കൂടെ നടക്കുകയാണ്. വീണ്ടും അമ്മൂമ്മയും കൈകൾ കുരിശാകൃതിയിൽ ഉയർത്തുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കുരിശിൽ ഉയർത്തിയതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ്. വീണ്ടും അത് ശ്വാസപ്പം കൊണ്ട് മൂടുന്നത് യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് നടന്നതിൻ്റെ ആവിഷ്കാരമല്ല, ഇന്ന് ഇപ്പോൾ ഇവിടെ ഇത് സംഭവിക്കുന്നതാണ് ദിവ്യകാരുണ്യ രഹസ്യമെന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ ബലിയിൽ പങ്കെടുത്തതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് കർത്താവെ ഞാനിത് വിശ്വസിക്കുന്നു, 2000 വർഷങ്ങൾക്ക് നടന്ന ബലി ഇന്ന് ഇപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പാപപരിഹാരമായി എന്നുള്ള ബോധ്യത്തോടുകൂടി കാഴ്ചപ്പോൾ സുസ്ഥിതിയിലേക്ക് പ്രവേശിക്കണം. കർത്താവേ, ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവേ, തിരുമേനിയോടിയാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക അഖിലവും സന്നിധിയിൽ വാനനിലയും ചേർന്നേവും പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിലെ നീതിമാനായ മറിയ യോസേപ്പിൻ്റെ പാവന സ്മരണ വിശ്വബലിപീഠത്തുള്ളതാകട്ടെ. ആമേനാമേന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ വർത്തമാനയുടെ ഓർമ്മയോടുകൂടെ വിജയം വരച്ച നീതിമാന്മാരുടെയും അണിഞ്ഞുള്ള രക്തസാക്ഷിയുടെ സ്മരണ വിശ്വബലിപീഠത്തുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുതർക്കമായ കാലം വഴി അങ്ങ് മാത്രത്തിൽ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് അവിടുന്ന് വരുവാനിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ
നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വിലയുടെ സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേ ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷിതൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങയുടെ കാരുണ്യ അതിരേകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകി വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും ശക്തനായ ദൈവമേ, ബലഹീനനും ഭാവിയുമേ എന്നെ കാരുണ്യപുറം സഹായിക്കണമേ. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിന് ഞങ്ങളെ കാരുണ്യപുറം യോഗ്യരാക്കി അപ്രകാരം പ്രീതിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പശ്ചാത്തലത്തിൻ്റെ ബഹുമാനം സമർപ്പിക്കുന്നു. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതോ റോഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് നന്ദിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്നുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും എന്നുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബേമാടും ശ്രേപ്പേമാടും ചേർന്ന് നാഥനങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവിൻ തിരുനാമത്തിൽ
മുന്നിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുമ്പോഴും ധന്യം സ്വർഗീയ കടങ്ങളുടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒന്നിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കലങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യപാപം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മരിച്ചുപോയി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലയോ 14 മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും അധ്യക്ഷനുമായ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ തോമസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപതാധ്യക്ഷൻ പിതാവുമായ ജോസ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമായ സമർപ്പിതരാത്മായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാരും എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപനം കാത്തിരിക്കുന്ന ജനത്തിനും എളിവനായി എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളോ വിശുദ്ധ ബലിപീഠത്തിന്മേൽ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുടങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം യഥാർത്ഥ പിതാവെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അയച്ചുവെന്ന് ഭൂവാസെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായമായ സുവിശേഷം വഴി വിസമാമോദീസയുടെ സജീവവും വിശുദ്ധവും ബലിപീഠം അടയാളത്താൽ മുദ്രിതവും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നേർമല്യവും വിശുദ്ധിയും മക്കളെ പഠിപ്പിച്ചതെന്ന് അറിയുവാനിടയാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശ്രമിച്ചയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾക്ക് ശക്തരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ച് ഇനി ആശീർവദിക്കുകയും പ്രോത്സാഹിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയവുമായ രക്ഷാന പദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷിക്കുന്ന മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി സമർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിൽ സുത്തർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് കടക്കാരന് ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിയായ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് എപ്പോഴും ആരാധന ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാമോനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് ബന്ധിരിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരനെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടുകെ നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവരുടെ ശരീരങ്ങളുടെ വേദനയും
ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, സ്വർഗരാജ്യത്തിലെ സർവീസിനെ സ്തുതിക്കുവാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോൾ നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായ വ്യാപനമായി ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ എന്തുകൊണ്ട് കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാസമ്പൂർണനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യം കടപേക്ഷിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നിങ്ങൾ പ്രകീർത്തിക്കുമേ. സഭയിലെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവരുടെ നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിത കർത്താവ് വിശ്വമിശിഹായുടെ കൃപാപരം കാരുണ്യപൂർവ്വം നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. 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 Come
പൂക്കൾക്കില്ല പ്രഭ മധുരമല്ല നീ വരുമ്പോൾ ആനന്ദം വന്യമല്ല യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായ് ഹൃദയം തേടിയിടും സ്നേഹമേ യേശുനാഥ ആദി ചിരുകിലും വ്യാധി നോകിലും നീയരികിലെ നാളെനിക്കാശ്വാസമേ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായ് ഹൃദയം തേടിയിടും സ്നേഹമേ യേശുനാഥ ശാന്തി നീന്തി കാന്തി മുങ്ങി മുങ്ങി ഞാനൂരെ എന്നിൽ ഇന്നലെ യേശുനാഥ ശാന്തി നീന്തി കാന്തി മുങ്ങി നിന്നെ ഞാനുമേ എന്നിൽ ഇന്നലെ വാവ യേശുനാഥ നിന്നെ ഞാനുമേ എന്നിൽ ഇന്നലെ മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയും സകലത്തിൻ്റെ നാഥനുമായ മിശിഹായെ ഞങ്ങൾ പഠിച്ചതിൽ ശരീരവും ഞങ്ങളെ പാഞ്ചരക്തനായിരിക്കും വിഷാദിക്കും കാരണമാകാതെ കടങ്ങടപ്പുറത്തിക്കും പാപങ്ങളുടെ മൊത്തങ്ങളുടെ സന്നിധിയിൽ സന്തോഷവിധാനമാകട്ടെ സകലത്തിൻ്റെ നാഥായ നീക്കം. വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരങ്ങളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ
നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നേരിടാനും സ്വർഗീയങ്ങളോടുകൂടെ നീ സ്തുതിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായും ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കണം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അനന്തമായ സ്നേഹത്തിൽ നിരന്തരം കൃത്യം അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനീക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവ് രക്ഷകനമായ ഈശോയെ, നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവർത്തിയിലും നിനക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസിയോടും ഉപവാസത്തോടും ചേർന്ന് ഈ അന്തദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. കൈകൾ പിടിച്ച് നമുക്ക് സമാധാന ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കണമേ, കർത്താവിൻ്റെ അനുഗ്രഹമേ. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും വിശുദ്ധയുടെ തിരുഹിതം നിറവേറ്റുന്നവരും സുവിശേഷ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. ദൈവിക രഹസ്യങ്ങളെ ഓർമ്മയാചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നിങ്ങളെ അവിടുന്ന് തന്നെ രാജ്യത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. കർത്താവിന്റെ കുറിച്ചിന്റെ സജീവ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ, സുസ്ഥിതി നമ്മുടെ ഗവർണർ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളും മോചനം കാരണമായിട്ട് ഇനിയൊരു ബലി അർപ്പിക്കാൻ വരുമല്ലോ അറിയുന്നത്. എത്രയും ദയുള്ള മാതാവേ, സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർപ്പെട്ടില്ല. വിലപിച്ചയും പാപിയായില്ല അങ്ങേതയാധികത കാത്തുകൊണ്ട് സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ചവനെ മാറാവേ, ഞാൻ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരണമേ. ആമേൻ. തമ്പുരാന്റെ ഓമനപുത്രി, പുത്രൻ തമ്പുരാന്റെ വാത്സല്യമാതാവേ, റൂഹാ തമ്പുരാന്റെ നിർമ്മല മണവാട്ടി, ത്രിത്വൈക ദൈവത്തിൻ പരിശുദ്ധാലയമേ, ദൈവത്തിലൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. ദാസിതൻ താഴ്മയെ ദൈവം കടാക്ഷിച്ചു, തലമുറകളെല്ലാം നിന്നെ പ്രകീർത്തിക്കും. വിശ്വാസം ശരണം സ്നേഹം ലഭിക്കാം ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ. പര്യായമായ അമ്മേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ. വിശ്വാസം ശരണം സ്നേഹം ലഭിക്കാൻ
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.